17,000 അടി മുകളിൽ വെച്ച് വിമാനത്തിന്റെ ചില്ല് തകർന്ന് പൈലറ്റ് പുറത്തേക്ക് തെറിച്ചുപോയ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 1990 ജൂൺ 10 ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് 5390 ടേക്ക് ഓഫ് ചെയ്ത് 13-ാം മിനിറ്റിൽ കോക്പിറ്റിന്റെ വിൻഷീൽഡ് തകർന്നുപോയി. കാരണം തലേദിവസത്തെ മെയിൻ്റെനൻസിൽ ഉപയോഗിച്ച 84 ബോൾട്ടുകൾക്ക് വെറും 0.026 ഇഞ്ച് വണ്ണം കുറവായിരുന്നു. മർദ്ദം ഒറ്റയടിക്ക് മാറിയതോടെ ക്യാപ്റ്റൻ ടിമതി ലാൻകാസ്റ്റർ വിമാനത്തിന് പുറത്തേക്ക് തെറിച്ചു. അദ്ദേഹത്തിന്റെ പകുതി ശരീരവും വിമാനത്തിന് പുറത്ത്. ആ നിമിഷം അവിടെയുണ്ടായിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡന്റ് നൈജൽ വേഗത്തിൽ ഓടിയെത്തി ക്യാപ്റ്റന്റെ കാലുകളിൽ വട്ടം പിടിച്ചു. മരവിപ്പിക്കുന്ന തണുപ്പും മണിക്കൂറിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിക്കുന്ന കാറ്റും. നൈജലിന്റെ കൈകൾ തളർന്നപ്പോൾ മറ്റു ക്രൂ അംഗങ്ങൾ ഓടിയെത്തി ക്യാപ്റ്റനെ മുറുകെ പിടിച്ചു. ആകാശത്ത് നടന്നത് ജീവനു വേണ്ടിയുള്ള പോരാട്ടം. സഹ പൈലറ്റ് വിമാനം സൗത്താംപ്ടണിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന 81 യാത്രക്കാരും ക്രൂ അംഗങ്ങളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കടുത്ത ഫ്രോസ്റ്റ് ബൈറ്റും ഞെട്ടലും എല്ലുകൾക്കേറ്റ പൊട്ടലുമായി ക്യാപ്റ്റൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മരണത്തെ മുഖാമുഖം കണ്ട അദ്ദേഹം വെറും 5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും വിമാനം പറത്താൻ തിരിച്ചെത്തി.